ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റോഫ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഇഫ്താറിന് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്തത്. അതിലോട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒരേ സമയം തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്തത്. ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്യാനായിട്ട്. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ നമ്മുടെ ഈ സാൻഡ്വിച്ച് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് അധികം വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈ ഒരു രീതിയിലൊന്നായി കിട്ടിയാൽ നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 3 പച്ചമുളക് ഇത് കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 4 സവാളയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. സവാള ഞാൻ കാണുന്ന രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് അരിഞ്ഞെടുക്കാൻ. വളരെ തിന്നായിട്ട് അരിഞ്ഞു കൊടുത്താൽ നമ്മളിത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഈ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. സാൻഡ്വിച്ചിലോട്ടായിട്ട് ആകെ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ആ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടുന്ന സമയം നമുക്ക് ഇതിലോട്ടായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഇതിൻ്റെ കളർ മാറി നന്നായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്കിതിലോട്ടായിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, നല്ലൊരു എരിവിനായിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു മസാലകൾ മാത്രമേ നമുക്ക് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പ് ഞാനിവിടെ അവസാനമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ മസാലയും നന്നായിട്ട് നമുക്കൊന്ന് കമ്പൈൻ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സായി ഇത് അതുപോലെ തന്നെ വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സാൻഡ്വിച്ച് കഴിക്കാനായിട്ട്. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത് കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല രീതിയിൽ ഇതിനെ മിക്സാക്കി എടുത്ത് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നല്ല രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ സാൻഡ്വിച്ചിലോട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡായിട്ട് എടുത്ത് ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ സൈഡ് ഭാഗത്തോട്ട് കുറച്ച് മൈദ, ഞാനിവിടെ മൈദയിൽ വെള്ളം മിക്സാക്കി എടുത്ത് ഇതുപോലെ ഒരു പേസ്റ്റാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡ് ഭാഗം നമുക്ക് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇതേ രീതിയിൽ ആദ്യം തന്നെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് മൈദയും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി മിക്സാക്കിയെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു പരുവത്തിലാക്കിയെടുത്ത് നമുക്കിതിനെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് സാൻഡ്വിച്ച് മേക്കറിൻ്റെ ഉള്ളിലോട്ടായിട്ട് ബ്രെഡ് വെച്ച് അതിൻ്റെ കൂടെ മസാലക്കൂട്ട് ഈ കാണുന്ന രീതിയിൽ വെച്ച് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു എഗ്ഗ് കഷ്ണം മുറിച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ ഇതിനെ തിരിച്ചും മറിച്ചും വെച്ചിട്ടാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാൻഡ്വിച്ചാണ് കേട്ടോ. ഇതിന് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാൻഡ്വിച്ചിന്
ഇലക്ട്രിക് സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാൻഡ്വിച്ചിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. എന്നാലും നമുക്കിതിലോട്ടായിട്ട് എണ്ണയോ ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഇഫ്താറിന് നല്ല രീതിയിൽ വിളമ്പിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ തീ കൂടാനായിട്ട് പാടില്ല കേട്ടോ. തീ കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലും വളരെ ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന കിടിലൻ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്